ദാ ഉണക്കത്തവളെ, നിന്നെ പോലുള്ള ഒരു ഒടങ്കൊല്ലിക്ക് വേണ്ടി പാഴാക്കാനുള്ളതല്ല ഞങ്ങളുടെ ഈ മനോഹരമായ ജീവിതം. മനസ്സിലായോ? അതെ അതെ, ഇനിയും മിനിമം ഒരു 100 കൊല്ലമെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കണം. അത്രയ്ക്ക് വേണോ? അതൊരു അതിമോഹമല്ലേ മോനെ ദിനേശ? ഒരാഗ്രഹം പറഞ്ഞതാടേ. അപ്പോ നിങ്ങൾക്ക് സഹായിക്കാനാവില്ലെന്ന് ചുരുക്കം. ചുമ്മാ വിടുവായത്തരം പറയാതെ പോയെ. മോനെ, മനസ്സിൽ 2 ലഡു പൊട്ടി. നല്ല യമണ്ടൻ ടേസ്റ്റി മത്സ്യങ്ങളാണല്ലോ അത്. എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് അവന്മാരെ അകത്താക്കണം. ഹലോ മച്ചാന്മാരെ, എന്റെ അമ്മ കൊക്ക്. ഞാനൊരു പാവമാടോ, നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി വന്നതല്ലേ. എന്റെ പേര് ടിങ്കു, ഇവൻ സിക്കു. ഞാൻ വെളുമ്പൻ കൊക്ക്. തൽക്കാലം ഇത്ര പരിചയപ്പെട്ടാ മതി. വേഗം സ്ഥലം വിട്ടോ. അതെ, തന്നെ വിശ്വസിക്കാനേ ഞങ്ങൾ വിഡ്ഢികളല്ല. മൈൻഡ് ഇറ്റ്. ഏറ്റില്ലല്ലോ. സ്രാവിനെ അകത്താക്കിയോ? എന്റെ 3 ഇരട്ടി വലിപ്പമുണ്ടവന്. അവനെ കണ്ടപ്പോഴേ ഞാൻ മൂത്രമൊഴിച്ചുപോയി. അയ്യേ, എങ്കിൽ മറ്റൊരു വഴി ഞാൻ പറഞ്ഞു തരാം. അകത്താക്കാൻ പാകത്തിനുള്ള വല്ല ചെറുമീനുകൾ ഉണ്ടാകും അല്ലേ? അതല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അല്പം വെള്ളം കുടിച്ച് വേഗം സ്ഥലം വിട്ടോ. നിന്നെ പോലുള്ള ഭീരുക്കൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചുമ്മാ ചിറകും വീശി പറന്നുപോകുന്നത് ഭീരുത്വമാണ്. ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ടേയ്, നീ കടലിനടിയിൽ ഒരു തവളയെ കണ്ടോ? അത് കണ്ടു. എങ്കിൽ അവനെയൊന്ന് ഇവിടെ എത്തിക്കാമോ? എന്നെ കണ്ടാൽ അവൻ അപ്പം മുങ്ങും. അതാ പ്രശ്നം. അവനെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതിന് പാലം പണിയാനല്ലല്ലോ നിന്നോട് പറഞ്ഞത്. അതല്ല, ഒരു സഹായം അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളതല്ലേ അതിന്റെ ഒരു മര്യാദ. ശരി, എങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്തു തന്നാൽ പകരമായി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ശരി. ഡേയ്, ആ ചകടൻ സ്ഥലം വിട്ടോ. അങ്ങനെ ചുമ്മാ പോകാനല്ലല്ലോ അവൻ ഇത്രയും ദൂരം നീന്തി വന്നത്. മിക്കവാറും നീയൊക്കെ അവന്റെ കാഷ്ടമാകാനാണ് സാധ്യത. നീ ഞങ്ങളെ സംരക്ഷിക്കാമെന്നേറ്റതല്ലേ, മറന്നോ? ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്ത് മാർഗം? അവനെ തന്ത്രത്തിൽ വകവരുത്തണം. എങ്കിൽ അതിനൊരു വഴി പറഞ്ഞുതാ. ഞാനും സിക്കുമീനും നീ പറയുന്നത് പോലെ ചെയ്തോളാം. എന്നെ അവന് വിശ്വാസമാണ്. ഇന്നലെ പരിചയപ്പെട്ട ആ സ്രാവിനേക്കാളും എനിക്ക് വലുത്. ഓർമ്മ വെച്ച കാലം മുതൽ ലോക തരികിടകളായി ജീവിക്കുന്ന നിങ്ങളെയൊക്കെ തന്നെയാ. അതുകൊണ്ട് നിങ്ങളെ ആ സ്രാവ് അകത്താക്കിയാലും നിങ്ങളുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്കായി ഞാൻ പ്രാർത്ഥിച്ചോളാം. എടാ ദുഷ്ടാ, ചുമ്മാ പറഞ്ഞതാണോ? എങ്കിലവനെ കീഴ്പ്പെടുത്താൻ ഒരു വഴി പറഞ്ഞുതാ. വഴി ഞാൻ പറഞ്ഞുതരാം. വന്നല്ലോ വനമാല. പറ. അതായത് ആദ്യം ആ സ്രാവ് എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അവിടെ പോകാതിരുന്നാൽ പോരെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇതാണോ അതിന്റെ വലിയ ഐഡിയ? ഇവരെയൊക്കെ അവനകത്താക്കി ഇവിടെ നിന്നും സ്ഥലം വിട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ.